ഞാനേ ഈ വീഡിയോ എടുക്കുന്നത് പ്രൊഡക്റ്റ് പ്രസൻറ്റേഷന് വേണ്ടിയിട്ടല്ല. എന്തെങ്കിലും കസ്റ്റമൈസേഷൻ എംബ്രോയ്ഡറിയുടെ മുകളിൽ റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കതിനെ ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുമെന്ന് പറയാൻ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ഇത് കണ്ടോ, ഇപ്പോൾ ഒരു ദുപ്പട്ടയിൽ ഷിഫ്ലി വർക്കിൽ എംബ്രോയ്ഡറി വന്നിട്ടുണ്ട്. ഈ എംബ്രോയ്ഡറി ഫിനിഷ് ചെയ്തിരിക്കുന്ന സിൽവർ സീക്വൻസ് എൻ്റെ റൗണ്ടായിട്ട് വിസ്കോസ് ത്രെഡ് വെച്ച് റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്ലോറൽ സ്കാലപ്പ് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഷിഫ്ലി വർക്ക് എന്ന് പറയുന്നത് ഈ ഹോൾസ് വന്നിട്ട് സൈഡ് എംബ്രോയ്ഡറി കൊടുക്കുന്ന ഫാബ്രിക്സ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് വർക്കിനാണ് പറയുന്നത്. ഇങ്ങനെ ഒരു ദുപ്പട്ട ഏത് ഡിസൈൻസിലും മേക്ക് ചെയ്യണോ ഞാൻ ചെയ്തു തരാം. ഒന്ന് ഫോർ എക്സാമ്പിൾ ഇതൊരു ബുട്ട കൊടുത്തു, ഷിഫ്ലി എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ സെൻറ്ററിൽ ഹോളിട്ടു എംബ്രോയ്ഡറി കൊടുത്തു, സെൻറ്ററിലൊരു സീക്വൻസ് കൊടുത്തു. ഇങ്ങനെ ഈ പെർട്ടിക്കുലർ ബുട്ടയായിട്ട് ഇതിപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് 3 ഇഞ്ച് ഡിസ്റ്റൻസിൽ അല്ലേ, ഇതിങ്ങനെ 3 ഇഞ്ച് ഡിസ്റ്റൻസിലോ 5 ഇഞ്ച് ഡിസ്റ്റൻസിലോ 10 ഇഞ്ചിലോ ഇതിപ്പോൾ 1 ഇഞ്ച് ഉള്ള വെടുത്തും ലെങ്ത്തും എന്ന് വെച്ചാൽ 1 ഇഞ്ച് സ്ക്വയറിലുള്ള ഒരു ബുട്ടയായി കാണുന്നത്. ഇതിനെ നമുക്ക് 2 ഇഞ്ചിലേക്കോ 5 ഇഞ്ചിലേക്ക് മാറ്റിയിട്ട് ഈ സെയിം ഡിസൈന് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അത് കസ്റ്റം ചെയ്യാനോ അല്ല, ഇങ്ങനെ ഒരു ബുട്ടയല്ല, ഒരു ഫ്ലോറൽ ഡിസൈൻ ആവാം, ഡോട്ട്സ് ആവാം, എന്തോ ആവാം, ഷിഫ്ലി വിത്ത് സീക്വൻസ് വർക്ക് ആവാം, ബീഡ് വർക്ക് ടൈപ്പ് ആവാം, ഓർ ഹാൻഡ് വർക്ക് ചെയ്യുന്നതാവാം, കട്ട് വർക്ക് ഇടുന്നതാവാം, എന്തുണ്ടെങ്കിലും കസ്റ്റമൈസേഷൻ ഞാൻ ചെയ്തു തരാം. ഫാബ്രിക്സ് മിനിമം 25 മീറ്ററിന് മുകളിൽ എംബ്രോയ്ഡറി വർക്കിൽ റിക്വയർമെൻറ്റ് ഉണ്ടായിരിക്കണമെന്ന് മാത്രം. 25 മീറ്ററിൽ മുകളിലോട്ടാണ് എങ്കിൽ ഏത് വർക്കും എംബ്രോയ്ഡറി ചെയ്ത് തരാൻ ഞങ്ങൾക്ക് സാധിക്കും. ഇതൊരു എക്സാമ്പിൾ കാണിച്ചാൽ ദുപ്പട്ട ഫോർ എക്സാമ്പിൾ ഇതുപോലെ എംബ്രോയ്ഡറി 4 സൈഡ് എംബ്രോയ്ഡറി ചെയ്തിട്ട് ജസ്റ്റ് സ്കാലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതൊരു ടൈപ്പ് ഓഫ് വർക്ക്. രണ്ടാമത്തെ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട് ഈ ഫാബ്രിക്, ഇത് മിറർ വർക്ക് ഫിനിഷ്, ഷെൽസ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് റൗണ്ടിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള ഒരു ചന്തേരി ഫാബ്രിക്കാണ്. ഈ ഫാബ്രിക്സ് നമുക്കുണ്ട്. കൂടാതെ ഇതിപ്പോൾ ചെറിയ ഒരു 6 mm ഒരു സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. ഈ സീക്വൻസിൻ്റെ സൈഡിലായിട്ട് റൗണ്ടായിട്ട് ഒരു ജെറി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഈ ജെറിക്ക് പകരമായിട്ട് നമുക്ക് ത്രെഡ്സ് ഇടണം പോസിബിളാണ്. അല്ല ഇതിനെ ഹെവി ആയിട്ട് എംബ്രോയ്ഡറി ചെയ്ത് ഹാൻഡ് അല്ലാതെ മെഷീനിൽ ചെയ്യണമോ അത് പോസിബിളാണ്. ഈ മിററിന് പകരം ഒറിജിനൽ മിറർ കൊടുത്ത് വലിയ റൗണ്ട്സ് ഔട്ട്ലൈൻ കൊടുത്തെടുക്കണോ പോസിബിളാണ്. അതുപോലെ മിറർ വർക്കിലാണേലും അത് ഹാൻഡ് എംബ്രോയ്ഡറി ആണേലും ഒറിജിനൽ മിറർ ആവാം, ഷെൽസ് ആവാം, ഏത് സൈസിലും ചെയ്യാൻ നമുക്ക് പോസിബിലിറ്റി ഉണ്ട്, ചെയ്തു തരാൻ സാധിക്കും. ഇത് ഒന്നാണ്. വേറെ ഒരു ടൈപ്പ് ഓഫ് എംബ്രോയ്ഡറി റെഗുലറായിട്ട് കാണുന്ന ഫ്ലോറൽ കോൺസെപ്റ്റ് എംബ്രോയ്ഡറി ഫാബ്രിക്സ് അല്ലേ. ഇതിൽ ജസ്റ്റ് കോട്ടൺ ത്രെഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗോൾഡൻ സീക്വൻസ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഈ സീക്വൻസ് ഇതിൻ്റെ ഏത് ടൈപ്പ് ഓഫ് വർക്കും ഇതുപോലത്തെ ഫ്ലോറലാവാം, ബുട്ട കോൺസെപ്റ്റ് ആവാം. ബുട്ട എന്ന് പറയുന്നത് ഇത് കണ്ട ഇതുപോലത്തെ ബുട്ട കോൺസെപ്റ്റ് ആവാം. ഇങ്ങനെ ബുട്ട കോൺസെപ്റ്റ് ആവാം. അതിൽ സിൽവർ സീക്വൻസ് ആവാം, ഗോൾഡൻ സീക്വൻസ് ആവാം, മിറർ വർക്ക് ആവാം, ഓർ വാട്ടർ ഗോൾഡോ പാനി ഗോൾഡോ എന്തും ആവാം. 100% ഇതുപോലത്തെ ബുട്ട കോൺസെപ്റ്റ് ആണെങ്കിലും ജാൽ എംബ്രോയ്ഡറി കോൺസെപ്റ്റ് ആണെങ്കിലും നമ്മൾക്ക് 100% ചെയ്തു തരാൻ സാധിക്കും. ഇതൊന്ന്. വേറൊരു കോൺസെപ്റ്റ് കാണിച്ചു തരാം. എല്ലാം ജസ്റ്റ് ഒരു 2 മിനിറ്റ്സിനുള്ളിൽ പറഞ്ഞു തീർത്ത് തരാം കേട്ടോ. ഇത് നോക്കി, നെറ്റിൽ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് ഫാബ്രിക് അല്ലേ. നെറ്റിൽ മെഷീൻ എംബ്രോയ്ഡറി ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കട്ട് ബീഡ്സ് ഇട്ട് കൊടുത്ത് ചെറിയ ബീഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പേൾസ് എന്ന് പറയില്ലേ, ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് മെഷീൻ എംബ്രോയ്ഡറി ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഫ്രെയിമിലിട്ട് ഹാൻഡ് വർക്ക് ചെയ്തെടുക്കുന്ന ടൈപ്പാണ്. ഇങ്ങനെ ഏത് ഡിസൈൻസും പേൾസ് ആവാം, കട്ട് ബീഡ്സ് ആവാം, കാര്യങ്ങളാവാം നമുക്ക് ചെയ്തു തരാൻ സാധിക്കും. മിനിമം 25 മീറ്റർ. നെറ്റ് ഫാബ്രിക് ബേസിലാണ് ചെയ്തിരിക്കുന്നത്. 110 ടൈപ്പ് ഓഫ് ആർട്ടിക്കിൾസ് നമ്മൾ വൈറ്റ് ഡയബിളിൽ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഡയബിൾ വൈറ്റായിട്ട് ചെയ്യണമെങ്കിൽ വൈറ്റായിട്ട് ചെയ്യാം, അല്ല ഏതെങ്കിലും പെർട്ടിക്കുലർ കളറിലേക്ക് ഡൈ ചെയ്തതിന് ശേഷം ചെയ്യണമെങ്കിൽ അതും ചെയ്തു തരാൻ സാധിക്കുക. 100% മെഷീൻ എംബ്രോയ്ഡറിയോ ഓർ ഹാൻഡ് എംബ്രോയ്ഡറിയോ, പേൾ വർക്കാവാം, ബീഡ് വർക്കാവാം, ജെറീസ് വർക്കാവാം, ഹാൻഡോ മെഷീനോ രണ്ടും ഫുൾഫിൽ ചെയ്യാൻ സാധിക്കും. വേറെ ഒരു സീക്വൻസ് പറഞ്ഞു തരുന്നോ, ഇതിൻ്റെ തന്നെ ഇപ്പോൾ നമ്മൾ മെഷീൻ എംബ്രോയ്ഡറി ചെയ്തിട്ട് അതിന് മുകളിൽ ചെറുതായിട്ട് ഹാൻഡ് പേൾസ് ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞു. വേറൊരു സാധനം കാണിച്ചു തരട്ടെ. മാർക്കറ്റിൽ ട്രെൻഡാണ്, കണ്ടു കഴിഞ്ഞാൽ അറിയാം. ബീഡ് വർക്ക്, പേൾ വർക്ക്സ് എല്ലാം എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഫാബ്രിക്. ഇത് കണ്ടു കഴിഞ്ഞാൽ 100% ഹാൻഡ് വർക്ക് എന്ന് തോന്നുമെങ്കിലും ഇത് 100% മെഷീൻ വർക്കാണ്. ഇത് ഡിസ്റ്റൻസ് നമ്മൾ കൊടുത്തിരിക്കുന്ന 5 ഇഞ്ച് ഡിസ്റ്റൻസിലാണ്. ഇതുപോലത്തെ എത്ര വലിയ ബുട്ടാസോ എത്ര വലിയ ജാൽ വർക്ക്സോ ഒരു ഡിസൈനോ ഒരു പിക്കോ തന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്തു തരാൻ സാധിക്കും.
സാമ്പിൾ പീസ് ഉണ്ടായെങ്കിൽ എക്സാക്റ്റ് കളറായിട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഇതുപോലത്തെ റോ മെറ്റീരിയൽ സോഴ്സ് ചെയ്ത് മെഷീനിൽ എംബ്രോയ്ഡറി ചെയ്ത് തരാം. അല്ല പിക്സിലാണ് എങ്കിൽ ഈ കളറിലെല്ലാം വ്യത്യാസങ്ങൾ വരാം. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ പോത്തിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് ഗോൾഡൻ, സിൽവർ, വൈറ്റ് പേൾസ്, അതുപോലെ തന്നെ റെയിൻബോ സീക്വൻസ്, പിന്നെ ജെറി, ഇത്രയും മെറ്റീരിയൽസ് യൂസ് ചെയ്താണ് ഈ ഒരു ബുട്ട ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഫോട്ടോയിൽ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് റെയിൻബോ ആണോ, ഇത് വൈറ്റ് പേൾ ആണോ, ഓഫ് വൈറ്റ് പേൾ ആണോ, ഗോൾഡ് ആണോ, അതെയോ സിൽവർ ആണോ എന്നൊന്നും ഫോട്ടോയിൽ തിരിച്ചറിയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് മെറ്റീരിയൽ ഏത് വേണമെന്നുള്ളതിൻ്റെ പെർട്ടിക്കുലർ സാമ്പിൾ ഉണ്ടെങ്കിൽ അത് ക്വാണ്ടിറ്റിയിലേക്ക് അടിച്ചെടുക്കാം. കൂടാതെ നമ്മുടെ മെലാഞ്ചിൽ വന്നിട്ട് ആളുകൾ ഇഷ്ടം പോലെ സാമ്പിൾ കളക്ട് ചെയ്തുകൊണ്ട് പോയിട്ട് സോഴ്സ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റിൽ ഓർ സൂററ്റിലേക്കും കൊൽക്കട്ടയ്ക്കും എല്ലാ ഡൽഹിക്കും എല്ലായിടത്തോട്ടും അയക്കുന്നുണ്ട് സാമ്പിളിങ് കളക്ട് ചെയ്ത്. ഞാൻ ക്ലിയറായിട്ട് പറയാം, വെറുതെ ഒരു 2 മീറ്റർ റീറ്റെയിലെടുത്ത് 3 മീറ്റർ എടുത്ത് അതിന് ശേഷം കളക്ഷന് വേണ്ടി സപ്ലയറിന് അയച്ച് ആ റേറ്റ് കോട്ട് ചെയ്തെടുക്കുന്നതും മെലാഞ്ചിൽ നിന്ന് നേരെ വന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് അത് എനിക്ക് ഈ പെർട്ടിക്കുലർ ഫാബ്രിക് അല്ലെങ്കിൽ ഒരു സാമ്പിൾ എടുത്ത് ഈ സാധനം എനിക്കൊരു 25 മീറ്റർ വേണം, കസ്റ്റം ചെയ്യാനാണ്, 30 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 20 ദിവസത്തിനുള്ളിൽ ചെയ്തു തന്നാൽ മതി, എങ്ങനെ ചെയ്തു തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% നമ്മുടെ ഹോൾസെയിൽ സെക്ഷനിൽ കറക്റ്റ് ചെയ്തിട്ട് ജെനുവൻ ആയിട്ടുള്ള റേറ്റ് തരാൻ സാധിക്കും. ഹോൾസെയിലുള്ളത് റീറ്റെയിൽ പ്രൈസ് റീറ്റെയിലായിട്ടും ഹോൾസെയിൽ പ്രൈസ് ഹോൾസെയിലായിട്ടും എടുക്കും. കുറച്ച് പേർക്കെങ്കിലും അതിനെ അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സൂററ്റിലെ കഴിഞ്ഞ ദിവസം ഏജൻറ്റ് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ പറയാം, വിൻ സാറ് മെലാഞ്ചിൽ കട്ടിങ്ങാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടുക. അവിടെയുള്ള മെയിൻ ഫാക്ടറികളിൽ പറയുന്ന കാര്യമാണ്, മെലാഞ്ചിലെ സാമ്പിൾ കട്ടിങ്ങാണ് ഞങ്ങൾക്ക് കൂടുതൽ കിട്ടുകയെന്ന്. സാമ്പിൾ കളക്ട് ചെയ്യും, കട്ട് ചെയ്തും അയക്കും. അവർ റിപ്ലിക്ക് ചെയ്യുക എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെ. മാർക്കറ്റിൽ നിന്ന് നല്ല ഫാബ്രിക്സ് കാര്യങ്ങളെടുത്ത് റിപ്ലിക്ക് ചെയ്ത് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കാം. പക്ഷേ അതെല്ലാം വിൽക്കുന്നവർക്കുള്ള ഓപ്ഷനാണ്. ഫാബ്രിക്സ് ക്ലോത്ത് വിൽക്കുന്നവർക്ക് കോമ്പറ്റീവ് പ്രൈസിങ് ഇടാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഇവിടുന്ന് എല്ലാ സാമ്പിൾ കളക്ട് ചെയ്ത് ഒരു ഏജൻറ്റിനോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്ക് അയച്ചു കഴിഞ്ഞിട്ട് അത് 100 രൂപ റേറ്റാണ് പർച്ചേസ് കോസ്റ്റ്, അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആവറേജ് 100 രൂപയ്ക്കാണ് വിൽക്കുന്നത്, എനിക്ക് 80 രൂപയ്ക്ക് വിൽക്കണം, അതിന് വേണ്ട രീതിയിൽ ഇത്ര പെർസെൻറ്റേജ് കുറച്ചിട്ട് ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞ് ചെയ്യാം. അതൊക്കെ ഫാബ്രിക്സ് വിൽക്കുന്നവരുടെ ഗെയിമാണ്, അല്ലാണ്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കി വിൽക്കുന്നവരുടെ ഗെയിമല്ല. അതുകൊണ്ട് റൈറ്റായിട്ട് ചിന്തിക്കുക, റൈറ്റായിട്ട് പർച്ചേസ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനാണ്. കസ്റ്റമൈസേഷൻ ഞാൻ ചെയ്തു തരാമല്ലോ, എനിക്കറിയാമല്ലോ ഞാൻ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് വച്ചേക്കുന്നതിൻ്റെയും ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ്. 4 മെഷീനിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. എത്ര വേണേലും പ്രൊഡക്ഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കുണ്ട്. ഏകദേശം 120 മുതൽ 150 മീറ്റർ വരെ ഒരു ദിവസം എംബ്രോയ്ഡറി ഫാബ്രിക്സ് അടിച്ചിറങ്ങുന്നുമുണ്ട്. ചെയ്യാൻ സാധിക്കും, അല്ലാതെ അവിടെയോ ഇവിടെയോ അപ്പുറമോ കൊടുത്തിട്ട് ചെയ്യുന്ന പരിപാടിയല്ല. ഞങ്ങൾക്ക് എംബ്രോയ്ഡറി ചെയ്ത് തരാൻ സാധിക്കും. അതുകൊണ്ട് ഇതിപ്പോൾ കട്ട് വർക്കിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു, ഇത് കണ്ട് കട്ട് ബീഡ്സിൻ്റെ കാര്യം പറഞ്ഞു, ഇത് കണ്ട് ജെറി 100% ജെറി ആയിട്ട് ലൈറ്റ് ഗോൾഡ് ജെറിയാണ്. ഈ ഗോൾഡൻ ജെറി തന്നെ കുറേ അധികം വ്യത്യാസമുണ്ടല്ലോ. സിൽവർ ജെറിയുണ്ട്, ലൈറ്റ് ഗോൾഡ് ഉണ്ട്, പാനിയുണ്ട്, ആൻറ്റിക് ഉണ്ട്, അൻമോൾ ഗോൾഡ് ഉണ്ട്. ഇങ്ങനെ ജെറി തന്നെ കുറേ കളറുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ജെറിയിലോ ഓർ എംബ്രോയ്ഡറി വർക്ക്സിൽ എന്തെങ്കിലുമൊക്കെ റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ എൻ്റെ സ്വാച്ച് തന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് എക്സാക്റ്റായിട്ട് ചെയ്തു തരാം. അല്ല എങ്കിൽ ഫോട്ടോ മാച്ചിങ്ങിൽ ചെയ്യണമെങ്കിലും അതും പോസിബിളാണ്. മെലാഞ്ചിൽ നിന്ന് എവിടെ വേണേലും നോക്കുക, മെലാഞ്ചിൽ നിന്ന് വരിക, ഫാബ്രിക്സ് നോക്കുക, കളക്ഷൻ ഉള്ളത് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അത് ഹോൾസെയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല ബിസിനസ് ഓപ്ഷൻ ആയിരിക്കും. നല്ല കളക്ഷൻ ഇറക്കാനും സാധിക്കും. ട്രൈ ചെയ്യാം. കസ്റ്റമൈസേഷൻ എംബ്രോയ്ഡറിയിൽ ഞങ്ങൾ ചെയ്തു തരാം, ഞാൻ ഗ്യാരണ്ടിയാണ്. താങ്ക് യു സോ മച്ച്.